നമ്മുടെ ഫോൺ പേക്കകത്ത് നമുക്കിങ്ങനെ എളുപ്പത്തിൽ ഒരു പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങളുടെ മൊബൈലിനകത്ത് ഫോൺ പേ എന്നുള്ള ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാനിവിടെ വീഡിയോക്ക് താഴെയായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്താം. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊന്നുകിൽ ആപ്പ് സ്റ്റോർ വഴി അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആ ലിങ്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു വാലറ്റ് കൂടി നിങ്ങളുടെ ഫോൺ പേ വാലറ്റിൽ ആഡ് ആവുന്നതാണ്. ചെറിയൊരു എമൗണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഇത്തരത്തിൽ ഓപ്പൺ എന്നുള്ള ഏരിയ കാണാം. അപ്പോൾ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ, അതായത് നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 10 മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക എന്നുള്ളതാണ്. ആ നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ഏരിയയിൽ ഒന്ന് കൃത്യമായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം അവർ നമുക്കൊരു OTP അയക്കുന്നതാണ്. അതിന് മുമ്പേ തന്നെ നമ്മൾ കുറച്ച് പെർമിഷൻസ് എല്ലാം ഇവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു OTP അവർ അയക്കും. നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ആ OTP കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഇത്തരത്തിൽ ഒരുപാട് പെർമിഷൻസ് നമ്മളിവിടെ അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ലൊക്കേഷൻ്റെ പെർമിഷൻ, അതേപോലെ മറ്റ് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പല കോണ്ടാക്ട്സ് ഇവിടെ അലോ ചെയ്യാനുള്ള, ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. ശേഷം അവരിവിടെ ഇത്തരത്തിൽ ഒരു സ്ക്രീൻ ലോക്ക് ഇനേബിൾ ചെയ്യാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അയച്ചത് കാണാം. അപ്പോൾ നമ്മുടെ നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെ സ്ക്രീൻ ലോക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ മൊബൈലിൽ, ആ സ്ക്രീൻ ലോക്ക് നമുക്കിവിടെ എനേബിൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇനേബിൾ സ്ക്രീൻ ലോക്ക് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇത്തരത്തിലുള്ള അവരുടെ ഹോം പേജിലോട്ടാണ് എത്താനായിട്ട് കഴിയുക. ഈ ഹോം പേജിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ഒരുപാട് ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. പക്ഷെ ഇതൊന്നും നമുക്കിപ്പോൾ ഇവിടെ പരിഗണിക്കേണ്ടതായിട്ടില്ല. നമുക്കിവിടെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ കൃത്യമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രൊഫൈൽ പേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫൈൽ പേജിൽ നമുക്കിവിടെ ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ഏരിയ ഒന്നുകൂടി കാണാനായിട്ട് കഴിയും. ജസ്റ്റ് നമ്മൾ അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലായിട്ട് ഒരുപാട് ബാങ്ക്സിൻ്റെ നെയിം കാണാനായിട്ട് കഴിയും. അഥവാ നമ്മുടെ ബാങ്ക് ഇവിടെ കാണുന്നില്ലെങ്കിൽ നമുക്കിവിടെ മുകളിൽ സെർച്ച് ബാറുണ്ട്. ആ സെർച്ച് ബാറിൽ കൃത്യമായിട്ട് സെർച്ച് ചെയ്യുക നമ്മുടെ ബാങ്കിൻ്റെ നെയിം. അപ്പോൾ നമ്മുടെ ബാങ്ക് കാണാനായിട്ട് കഴിയും. ജസ്റ്റ് അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഏരിയയിലോട്ടാണ് എത്താനായിട്ട് കഴിയുക. ഇവിടെ നമ്മൾ ഓൾറെഡി UPI പിന്നെ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് UPI ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ല കാണുക, സെറ്റ് പിൻ എന്നുള്ളതാണ് കാണുക. ഇവിടെ ഇപ്പോൾ എനിക്ക് റീസെറ്റ് പിൻ എന്നുള്ളതാണ് കാണുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ പിന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ റീസെറ്റ് പിൻ എന്നുള്ള ഏരിയയിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ടാപ്പ് ചെയ്ത് പുതിയൊരു പിൻ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് അവർ നമ്മളെ ATM കാർഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ ATM കാർഡിൻ്റെ അവസാനത്തെ 6 നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിന് താഴെയുള്ള ബോക്സിൽ അതിൻ്റെ വാലിഡിറ്റി എപ്പോഴാണ് എക്സ്പയർ ആകുന്നത് ആ എക്സ്പയർ മന്തും ഇയറും കൃത്യമായിട്ട് തെറ്റൊന്നും കൂടാതെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പറിലോട്ട് ഒരു OTP കൂടി അവർ അയക്കുന്നതാണ്. അതിവിടെ UPI പിന്നെ വെരിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്, സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് വെരിഫൈ ചെയ്യുക. ശേഷം നമ്മളിവിടെ ഒരു 6 ഡിജിറ്റ് UPI പിന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇനി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനും ഈ UPI പിന്നോട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി പിന്നാണിത്. അതുകൊണ്ട് നിങ്ങൾ സെക്യൂറായിട്ട് നിങ്ങൾ ഓർമ്മയിലിരിക്കുന്ന ഒരു പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ 6 പിന്നെ സെറ്റ് ചെയ്തതിന് ശേഷം ചായയുള്ള ടിക്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടി അവർ എൻ്റർ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതും ആ സെയിം പിൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ആ ടിക്കിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ആഡഡ് സക്സസ്ഫുള്ളി എന്നുള്ള നിലക്കൊരു മെസ്സേജ് ഇവിടെ ഒന്നുകൂടി വന്നതായിട്ട് കാണാം. നമ്മുടെ പുതിയ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള UPI പിന്നും അല്ലെങ്കിൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. ശേഷം നമ്മൾ താഴെ ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രോസസ്സ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ കൃത്യമായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇവിടെ ആഡ് ആയിട്ടുള്ളത് കാണാം. എൻ്റെ ഇവിടെ SBI ആണ്, അതുകൊണ്ട് SBIൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഹോം പേജിലോട്ട് വരിക. നമുക്ക് ഇത്ര മാത്രമാണ് ചെയ്ത് തീർക്കാനായിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.